നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഫിസിക്സ് കാര്യഗൗരവമായി തന്നെ പഠിക്കണം. നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ മാത്സിന്റെ ഒക്കെ വീഡിയോസ് വരും, പക്ഷെ നിങ്ങൾ വളരെ കാര്യഗൗരവമായി കേൾക്കണം. ഓരോ വീഡിയോസും മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവും പഠിക്കുന്നതിനും എളുപ്പവും ഒക്കെ ഉണ്ട്. ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. +2കാരുടെ കൂട്ട് തന്നെ +2ൻ്റെ വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ ഞാൻ കൂടുതൽ ഇട്ടേക്കുന്നത്. +1ൻ്റെ വീഡിയോസ് ഇടാനുള്ള ചിലപ്പം ഒരു ദിവസം ഇത്ര വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 8 ചാപ്റ്റർ +1 8 ചാപ്റ്റർ പഠിച്ചാൽ ഏകദേശം വെയിറ്റേജ് ഉൾപ്പെടെ, ഏകദേശം വെയിറ്റേജ് അല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ചോയ്സ് ഉൾപ്പെടെ ഏകദേശം 78-80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്തുനിന്ന് ഫുൾ മാർക്ക് ഈ 8 ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഏതൊക്കെയാണ് ആ ചാപ്റ്റർ? ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, സെക്കൻഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ, ഫോർത്ത് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ, ഫിഫ്ത്ത് ചാപ്റ്റർ വർക്ക് എനർജി പവർ, സിക്സ്ത് ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, സെവൻത് ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ, 9th ചാപ്റ്റർ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. എന്നുകൊണ്ട് ബാക്കി ചാപ്റ്റർ പഠിക്കേണ്ടെന്നല്ല, അതിൽ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും, എളുപ്പമായിരിക്കും. പക്ഷേ വെയിറ്റേജ് വളരെ കുറവാണ്. ഈ 8 ചാപ്റ്റർ പഠിച്ചാൽ ഫുൾ മാർക്ക് 60 മാർക്ക് കിട്ടൂലേ. ഇത് ചുമ്മാ പറയുകയല്ലേ, നിങ്ങളും വിലയിരുത്തി നോക്ക്. ബാക്കി നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതിനകത്തുനിന്ന് ഫുൾ മാർക്ക് കിട്ടാനുള്ളത്. അന്നേരം ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സും വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു പഠിക്കണം. നോട്ട്സ് വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സ് തരും, അതെല്ലാ സബ്ജക്റ്റിൻ്റെയും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ജാഗ്രത, എപ്പോഴും നല്ലപോലെ പഠിക്കണം. പഠിക്കുന്നത് തറവായിട്ട് പഠിക്കണം. നെവർ എവർ ഗിവ് അപ്പ്.